ഹായ്, നമുക്കിന്നൊരു സ്പെഷ്യൽ നോർത്ത് ഇന്ത്യൻ ഫിഷ് കറി നോക്കിയാലോ. അതിന് നമുക്ക് ക്ലീൻ ചെയ്തിരിക്കുന്ന മീനിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കാശ്മീരി മുളക് പൊടി, കുറച്ച് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു 10 to 15 മിനിറ്റ്സ് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കൊരു കടായി എടുത്തിട്ട് അതിനകത്ത് കുറച്ച് മസ്റ്റർഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അത് ചൂടായി വരുമ്പോഴത്തേക്ക് ഓരോന്നായിട്ട് മീനിട്ട് നമുക്ക് വറക്കാം. മേക്ക് ഷുവർ നമ്മൾ മസ്റ്റർഡ് ഓയിൽ തന്നെ യൂസ് ചെയ്യുക, വേറെ ഓയിലൊന്നും ഒഴിക്കരുത്. പിന്നെ ഒത്തിരി മീനിടാതെ കുറച്ച് ബാച്ചായിട്ട് മീനിട്ട് നമുക്കൊന്ന് ഷാലോ ഫ്രൈ, ഒത്തിരി ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട, ഷാലോ ഫ്രൈ ചെയ്താൽ മതി. അതിപ്പോൾ ഒരു ബാച്ച് എടുത്ത് കോരിയെടുത്ത് കഴിയുമ്പോൾ അടുത്ത മീൻ നമുക്കിട്ട് അതൊന്ന് ഇതുപോലെ തന്നെ ഷാലോ ഫ്രൈ ചെയ്ത് വെക്കാം. പിന്നെ ഇതിനകത്ത് എണ്ണ കൂടുതലായതുകൊണ്ട് നമ്മൾ കറി വെക്കുമ്പോഴത്തേക്ക് ഈ സെയിം എണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം കുറച്ച് ഫിഷ് ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ എണ്ണ മാറ്റിയിട്ട് ബാക്കി വരുന്ന എണ്ണയിൽ നമുക്ക് കുറച്ച് കടുകിട്ട് കൊടുത്ത് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് കശ്മീരി മുളക് പൊടി കുറച്ചിട്ട് കൊടുക്കാം. തീ കുറച്ച് വെക്കാൻ ശ്രമിക്കുക. എന്നിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് കൊടുത്ത് അതൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി ഒരു 5 മിനിറ്റ്സ് ഒന്ന് സോട്ടേ ചെയ്യുക. തക്കാളി ഒന്ന് പെട്ടെന്ന് കുക്കാകാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ്സ് കൂടെ ചെയ്തിട്ട് നമ്മൾ ഇതിന് വേണ്ടി ഒരു സ്പെഷ്യൽ പേസ്റ്റ് അരച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് വരുന്നത് കടുകാണ്. അപ്പോൾ കടുക് ഒന്നി മഞ്ഞക്കടുക് കൊണ്ടേ അത് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ബ്ലാക്ക് കടുക് യൂസ് ചെയ്യാം. പിന്നെ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ആ മസാല നമ്മൾ പേസ്റ്റ് അരയ്ക്കുമ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് അരയ്ക്കാൻ ശ്രമിക്കുക. എന്നിട്ട് മസാല നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന കാണുമ്പോഴത്തേക്ക് നമുക്കതിന് വേണ്ടിയ വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒന്നുകൂടെ ഒരു 5 മിനിറ്റ്സ് ഒന്ന് ബോയിൽ വരാൻ വേണ്ടി അടച്ച് കുക്ക് ചെയ്യാം. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഓവറായിട്ടുണ്ട്, ബിക്കോസ് ഫിഷിലും ഉപ്പുണ്ടായിരുന്നു. പിന്നെ ആ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ അറുത്ത് വെച്ച മീൻ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് ഇളക്കി ഒരു 10 മിനിറ്റ് കൂടെ മീഡിയം തീയിൽ നമുക്കൊന്ന് കുക്ക് ചെയ്യാൻ വെക്കാം. മീനൊക്കെ നന്നായിട്ട് കുക്കായി വെള്ളമൊക്കെ നല്ല ഗ്രേവി ഒക്കെ നല്ല തിക്കായി വരുമ്പോഴത്തേക്ക് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമല്ലോ. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഉപ്പിടാം, ഇല്ലെങ്കിൽ നമ്മൾ അരിഞ്ഞു വെച്ച മല്ലിയിലൊക്കെ ഇട്ടൊന്ന് ഗാർണിഷ് ചെയ്യുക. ഇത്രയാണ് ഇന്നത്തെ ഫിഷ് കറി. Thank you for watching my recipe.